الحمد لله وكفى والصلاة والسلام على النبي المصطفى وعلى آله وأصحابه أهل الوفاء والتابعين ومن بيرضاهم اكتفى. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ഗദാ ഇലൽ മസ്ജിദ് ഔ റാഹ അഅദ്ദ അല്ലാഹു ലഹു ഫിൽ ജന്ന നുസുലൻ കുല്ലമാ ഗദാ ഔ റാഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമക്ക് സ്വർഗത്തിൽ ഓരോ സമയവും വിരുന്നൊരുക്കിക്കൊണ്ടിരിക്കും. സ്വർഗത്തിൽ അല്ലാഹു ഒരാൾക്ക് വിരുന്നൊരുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാവുന്നതിനും അപ്പുറമായിരിക്കും. നമ്മൾ ഒരു അതിഥിയെ സ്വീകരിക്കാൻ വേണ്ടി വിരുന്ന് സൽക്കാരത്തിന് വേണ്ടി നമ്മൾ വിളിച്ചാൽ, ക്ഷണിച്ചാൽ, അല്ലെങ്കിൽ ഒരു അതിഥി നമുക്ക് നമ്മളുടെ വീട്ടിലെത്തിയാൽ വളരെ മനോഹരമായി, വളരെ ഏറ്റവും ഭംഗിയായ രീതിയിൽ തന്നെ നമ്മൾ അവരെ സ്വീകരിക്കാറുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ സ്വീകരണം, അള്ളാഹുവിൻ്റെ വിരുന്ന്, അതും സ്വർഗത്തിൽ വെച്ച് അത് ഏറ്റവും മനോഹരമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഒരു വിരുന്ന് അള്ളാഹുവിൻ്റെ അടിമക്ക് ഒരുക്കും. എപ്പോൾ? മൻ ഗദാ ഇലൽ മസ്ജിദ് ഔ റാഹ, ഒരാൾ പള്ളിയിലേക്ക് വരികയും തിരിച്ചു പോവുകയും ചെയ്യുമ്പോൾ. പള്ളിയിലേക്ക് നടന്നു വരിക, പള്ളിയിലേക്ക് വരിക എന്നതുകൊണ്ട് തന്നെയാണ് അത് ഉദ്ദേശം. പക്ഷെ ഇവിടെ ഉലമാക്കൾ അതുമായി ബന്ധപ്പെട്ട്, ഹദീസുമായി ബന്ധപ്പെട്ട് പള്ളിയിലേക്ക് കാലടികൾ അധികരിപ്പിക്കുന്നതിനെ കുറിച്ചിട്ടാണ് പരാമർശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പള്ളിയിലേക്ക് വരുമ്പോഴും അവിടുന്ന് തിരിച്ച് പോകുമ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്കായി അള്ളാഹുവിന്റെ സ്വർഗത്തിൽ വിരുന്നൊരുക്കിക്കൊണ്ടിരിക്കുന്നു ഇൻഷാ അള്ളാഹ് എന്നുള്ളതാണ് ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. കഴിവതും പള്ളിയിലേക്ക് വരുന്നത് കാലടികൾ അധികരിപ്പിക്കാനും, അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് മുറിവെടുത്തുകൊണ്ട് പള്ളിയിലേക്ക് വരുന്ന ഒരു രീതി കഴിയുമെങ്കിൽ അതും നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമ്മൾ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.